ശ്രീ മഹാദേവി നമ. ശ്രീ ജഗദംബികായേ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീ ഗുരുഹരപ്പാ ശരണം. സ്വജനങ്ങളെ, നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചൊരു കഥ ഉണ്ടല്ലോ, അതായത് മണിദ്വീപ് വർണ്ണനം. ആ മണിദ്വീപ വർണ്ണനാണ് അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത് കേൾക്കാം നമുക്ക്. നല്ലൊരു സുന്ദരമായ ഒരു ദ്വീപാണെന്ന് പറഞ്ഞില്ലേ, ചെമ്പുകോട്ടയുടെ അപ്പുറത്തായിട്ട് കാരീയത്തിൻ്റെ വലിയൊരു കോട്ട. ആ കോട്ടക്ക് 7 യോജന ഉയരമുണ്ട്. ഈ 2 കോട്ടയുടെ നടുവിലാണ് സന്താനവാടിക സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് വീശുന്ന പരിമളുണ്ടല്ലോ, അത് 10 യോജന ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയുള്ള വൃക്ഷങ്ങളിലെ പൂക്കളും സ്വർണ്ണ ശോഭയുള്ളതാണ് എന്ന് പറഞ്ഞു വെച്ചു. അതിലുള്ള കായകൾ ഇന്ന് മധു കിനിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നും നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. ഇനി എന്താ, ഈ പൂങ്കാവനത്തിന്റെ സംരക്ഷകൻ ഗ്രീഷ്മ ഋതുവാണ്. ആ ഋതുരാജാവിന് സുന്ദരിമാരായ 2 പത്നിമാരുണ്ട്. ശുഖശ്രീ, ശുചിശ്രീ എന്നാണ് അവരുടെ നാമങ്ങൾ. അവിടെയുള്ള സിദ്ധന്മാരും ദേവഗണങ്ങളും ചൂട് സഹിക്കാനാവാതെ അവിടെയുള്ള വൃക്ഷത്തണലിൽ അഭയം പ്രാപിക്കുന്നു. അത്ര ഭയങ്കര ചൂട്. സുന്ദരികളായ സ്ത്രീകൾ ശരീരത്തിൽ സുഗന്ധമുള്ള കളഭം പൂച്ചി ആ വനത്തിൽ വിലാസവതികളായി വിഹരിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. എത്ര കണ്ടാലും മതിയാവൂല. കയ്യിൽ പൂപ്പാലികയുമായി പൂഞ്ചോലയിൽ നിന്നും വരുന്ന ഇളം കാറ്റേറ്റ് അവർ ഉല്ലസിച്ച് നടക്കുന്നു. ഈ കാരീയക്കോട്ടയ്ക്കും അപ്പുറത്തായി 7 യോജന ഉയരത്തിൽ പിച്ചള കോട്ട മതിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഈയവില്ലേ, അയ്യൻ തന്നെ. ഈ 2 കോട്ടകളുടെ ഇടയ്ക്ക് ചന്ദനവൃക്ഷങ്ങളുടെ ഉദ്യാനമാണുള്ളത്. ഈ കോട്ടയെ കാത്തു സൂക്ഷിക്കുന്നത് മേഘവാഹനരായ വർഷത്വമാണ്. ഇഷ്ടം പോലെ മഴ ഉണ്ടാവുമല്ലോ. ആ വർഷത്വന്റെ കണ്ണുകൾ പിങ്കളം നിറമുള്ള മിന്നലും മാർച്ചട്ട ജിമോദവുമാകുന്നു. ഇടിമുഴക്കമാണ് വജ്രം, മഴവില്ലാണ് വാള്. ആയിരക്കണക്കിന് വാരിധരകളാകുന്ന അമ്പുകൾ വർഷിച്ചുകൊണ്ട് സ്വഗണങ്ങളോടുകൂടി ആ പ്രദേശത്തെ കാത്തു നിൽക്കുന്നു. വർഷത്തു. 6 ഋതുക്കളാണല്ലോ ഉള്ളത്. ഇപ്പൊ 2ന്റെ പേരും പറഞ്ഞു. ആ വർഷർത്തുവിന്റെ പത്നിമാരായി നഭശ്രീ, സരസ്വ, അരസ്യ, മാലിനി, അംബ, ദുല, നിരത്തിനി, അഭ്രമന്തി, മേഘയന്തി, വർഷയന്തി, ചിപുണിക, വാരിധാര തുടങ്ങിയവർ കുറേ ഭാര്യമാരുണ്ട്. ആദ്യത്തെ ആക്ക് 2 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. ഇതത്ര 10-13 ഭാര്യമാരുണ്ട്. അവിടത്തെ തളർത്തു നിൽക്കുന്ന വൃക്ഷങ്ങളിൽ പുത്തൻ വല്ലികൾ ആശ്ലേഷിച്ച് നിൽക്കുന്നു. ആ പ്രദേശം മുഴുവൻ പച്ചപ്പുൽത്തകിടി വിരിച്ച് ശോഭയാർന്ന് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കാഴ്ച കണ്ണുകൾക്കും മനസ്സിനും തണുപ്പും സുഖവും നൽകുന്നതാണ്. അവിടെയും അനവധി നദികളുണ്ട് ആ തലച്ചൊഴുകി വരുന്നതായിട്ട്. രാഗികളുടെ മനസ്സുപോലെ ചില പൊയ്കകളിൽ ജലക്കാലങ്ങി കിടക്കുന്നു. അവിടെ ദേവീഭക്തന്മാർ ദേവിക്ക് വേണ്ടി തടാകങ്ങളും കുളങ്ങളും നിർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ ഭാര്യമാരോടുകൂടി സുഖിച്ചു വസിക്കുന്നു. ഇനി പിച്ചളക്കോട്ടക്കപ്പുറത്തായി 7 യോജന നീളത്തില് പഞ്ചലോഹ കോട്ട സ്ഥിതി ചെയ്യുന്നു. പലതരം സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടും ക്ഷീരവൃക്ഷങ്ങളെ കൊണ്ടും ശോഭിതമായി കോട്ടയുടെ പരിപാലകൻ ശരത് ഋതുവാണ്. 3 ഋതുക്കളെ കുറിച്ച് നമ്മൾ നോക്കി. അദ്ദേഹത്തിന്റെ പത്നിമാരാണ് ഊർജ്ജലക്ഷ്മിയും ഇഷ്ടലക്ഷ്മിയും. അവിടെയും അനവധി സിദ്ധഗണങ്ങൾ തങ്ങളുടെ ഭാര്യമാരോടൊത്ത് വസിക്കുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചലോഹ കോട്ടയുടെ അപ്പുറത്തായി 7 യോജന നീളത്തിൽ വെള്ളിമതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വെള്ളിമതിലിന് വലിയ താഴിക കുടങ്ങളുള്ളത് കൊണ്ട് ആ കോട്ട ഏറ്റവും ശോഭയോടുകൂടി വിരാജിക്കുന്നു. ഈ 2 മതിലുകളുടെയും ഇടയിൽ നിറച്ചും പാരിജാത വനങ്ങളാണ്. ആ പൂങ്കാവനത്തിൽ നിന്നുള്ള സൗരഭ്യം 10 യോജന ദൂരത്തിൽ വ്യാപിച്ച് ദേവിക്ക് വേണ്ടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് സുഗന്ധത്തെ നൽകി ആനന്ദിപ്പിക്കുന്നു. ആ കോട്ട കാത്തു സൂക്ഷിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ. അത് ഹേമന്ത ഋതുവാണ്, 4ാമത്തെ ഋതു. ആ ഋതുവിന്റെ പത്നിമാരാണ് സഹശ്രീയും സഹസ്യശ്രീയും.
ദേവി വ്രതനിഷ്ഠരായ സിദ്ധന്മാർ, ദേവീവ്രതം നിഷ്ഠയാക്കിയിട്ടുള്ള സിദ്ധന്മാർ അവിടെ വാഴുന്നു. ഈ വെള്ളിമതിലിനപ്പുറത്ത് താനി തങ്കം കൊണ്ടുണ്ടാക്കിയ മതിലാണ് കാണപ്പെടുന്നത്. 7 യോജന ദൈർഘ്യമുണ്ട് ആ മതിലിന്. വെള്ളിമതിലിന്റെയും സ്വർണ്ണമതിലിന്റെയും ഇടക്കുള്ള സ്ഥലത്ത് കദംബവനമാണ്. അതിൽ കദംബമദ്യം പ്രവഹിക്കുന്ന അനേകം ധാരകളുണ്ട്. അവിടെയുള്ള സിദ്ധന്മാർ കദംബമദ്യം സേവിച്ച് വിഹരിക്കുന്നു. ആ പ്രദേശത്തിന്റെ കാവൽക്കാരൻ മഹാശ്രീമാനായ ശിശിരത്വമാണ്. ശിശിരം ആ ഋതുവിന്റെ ഭാര്യമാരാണ് തപശ്രീയും തപസ്യശ്രീയും. ശിശിരത്തു തന്റെ ഭാര്യമാരോടുകൂടി അവിടെ ആമോദത്തോടെ വിഹരിക്കുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള സിദ്ധന്മാർ ദാനാദികൾ ചെയ്ത് തങ്ങളുടെ പത്നിമാരോടുകൂടി നാനാഭോഗങ്ങൾ അനുഭവിച്ച് ആനന്ദം അനുഭവിക്കുന്നു. ഇനിയിപ്പോ എന്താ നമുക്ക് നോക്കേണ്ടത്? ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ മതിലിനപ്പുറമുണ്ടല്ലോ, അവിടെ 7 യോജന നീളത്തിൽ കുങ്കുമ നിറമുള്ള പുഷ്യരാഗം കൊണ്ടുണ്ടാക്കിയ കോട്ടമതില് കാണാം. ആ സ്ഥലം മുഴുവൻ പുഷ്യരാഗക്കല്ല് പതിച്ചതാണ്. വനങ്ങളും ഉപവനങ്ങളും വൃക്ഷങ്ങളും വൃക്ഷത്തടങ്ങളും പുഷ്യരാഗമയം തന്നെ. മണ്ഡപങ്ങളും തൂണുകളും തടാകങ്ങളും താമരകളും പുഷ്യരാഗരത്നം കൊണ്ട് നിർമ്മിച്ചതാണ്. എന്തിനധികം പറയുന്നു, ആ കോട്ടക്കുള്ളിലെ സമസ്തവും പുഷ്യരാഗരത്നം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ കോട്ടയുടെ ഭംഗി വിസ്തരിച്ച് പറയുവാൻ ആർക്കും സാധ്യമല്ല. ഈ കോട്ട മറ്റു കോട്ടകളെക്കാൾ ലക്ഷം ഇരട്ടി തേജോമയമാണ്. ബ്രഹ്മാണ്ടം തോറുമുള്ള ദിക്പാലന്മാരുടെ സമഷ്ട്യാത്മക രൂപമാണ് ഇവിടെ വസിക്കുന്ന വരായുധധാരികളായ ദിക്പാലന്മാർ. ഇതിന്റെ പൂർവഭാഗത്താണ് അമരാവതി. ഇന്ദ്രന്റെ വാസസ്ഥാനമായ അമരാവതി അനേകം ഉദ്യാനങ്ങളോട് കൂടിയതാണ്. നമുക്കറിയാം, സ്വർഗത്തില് ഉള്ള പാരിജാത പുഷ്പത്തിന്റെ ഒക്കെ കഥ നമ്മള് പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോ സ്വർഗത്തിൽ വാഴുന്ന ഇന്ദ്രനേക്കാൾ 1000 മടങ്ങ് തേജസ്സുണ്ട് ഇവിടെ വാഴുന്ന ഇന്ദ്രന്. ഇത് അമരാവതി അല്ല, അരാവതി. അനവധി സേനാധിപന്മാരുടെ നടുവിലായി ഐരാവതത്തിന് മുകളിൽ ഇരുന്ന് ദേവേന്ദ്രൻ വിരാജിക്കുന്നു. വജ്രഹസ്തനായ ഇന്ദ്രന്റെ സമീപം തന്നെ ശചീദേവി ദേവനാരികളോടുകൂടി വാഴുന്നു. കന്യകോണിലാണ് പാവകന്റെ വാസസ്ഥാനം. സ്വാഹ, സ്വധ എന്നീ പത്നിമാരോടുകൂടി വന്യദേവൻ അവിടെ വസിക്കുന്നു. ദേവന്മാർക്കൊക്കെ ആഹൂതി ലഭിക്കുന്നത് ഈ സ്വാഹയിലൂടെയാണ്. ഹോമം കഴിക്കുമ്പോൾ സ്വാഹ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ആഹൂതി ദേവന്മാരുടെ വായിലേക്ക് കിട്ടൂല എന്ന് പറയുന്നു. തെക്കുഭാഗത്താണ് യമന്റെ വാസസ്ഥാനം എന്ന് നമുക്കറിയാലോ, യമപുരി. ആദിത്യപുത്രനായ യമൻ ചിത്രഗുപ്തൻ തുടങ്ങിയ തന്റെ പരിവാരങ്ങളുമായി യമപുരിയിൽ വസിക്കുന്നു. നിരവധി കോണിലും നിരവധി തന്റെ പരിവാരങ്ങളുമായി വസിക്കുന്നു. വരുണദിക്കിലാരാ? പ്രതാപിയായ വരുണൻ തന്നെ. അദ്ദേഹം എങ്ങനെയാ? പാശഹസ്തനായും മഹാമത്സ്യാരൂഢനായും വാരുണി മതമത്തനുമായി തന്റെ പ്രിയപത്നിയായ വരുണാനിയോടുകൂടി വസിക്കുന്നു. നല്ലോണം മദ്യപിക്കും. വടക്കുഭാഗത്തായിട്ടാണ് യക്ഷലോകം സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ കുബേരന്റെ. അവിടെയാണ് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി കുബേരൻ വസിക്കുന്നത്. വിലപിടിപ്പുള്ള നവനിധികളുടെയും സകല സമ്പത്തുകളുടെയും അധിപനാണ് അദ്ദേഹം. കുബേരന്റെ സേനാനികളാണ് മണിഭദ്രൻ, പൂർണ്ണഭദ്രൻ, മണിമാൻ, മണികന്ധരൻ, മണിഭൂഷൺ, മണിസ്രഗ്വി, മണികാർമുകൻ തുടങ്ങിയവരെല്ലാം മണി തന്നെ. ഈശാനകോണിലാണ് രുദ്രന്റെ വാസസ്ഥാനം. വിലപിടിപ്പുള്ള രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് രുദ്രലോകം. കോപിഷ്ഠനായ ദേവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുന്നതാണ്. പുറത്ത് ആവനാഴി തൂക്കിയിട്ടുണ്ട് രുദ്രന്റെ പുറത്ത്. ഇടത് കൈയിൽ കുലച്ച വില്ലുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റും ആയുധധാരികളായ സേനാനികൾ തങ്ങളുടെ ദേവന്റെ ആജ്ഞയും കാത്തു നിൽക്കുന്നുണ്ട്. ആ സേനാനികളിൽ അനവധി കൈയുള്ളവരുണ്ട്, അനവധി കാലുള്ളവരുണ്ട്, 3 കണ്ണുകളോടുകൂടി തീ തുപ്പുന്ന മുഖത്തോടു കൂടിയവരുണ്ട്. അങ്ങനെയുള്ള ഉഗ്രമൂർത്തികളാണ് അവിടെ. എല്ലാവരും രുദ്രനോട് തുല്യരായവരുമാണ്. ഇത് യജമാനം വേറെ ശിഷ്യന്മാര് വേറെ എന്നില്ല. രുദ്രാധ്യായത്തിൽ പറഞ്ഞ മാതിരി അനേകം രുദ്രാണികളോടും ഭൂതഗണങ്ങളോടും ഭദ്രകാളി, വീരഭദ്രൻ, ഡാമരി തുടങ്ങിയ പരിവാരങ്ങളോടും കൂടി മഹാദേവൻ പുലിത്തോൾ ആടയാക്കിയും ആനത്തോൽ ഉത്തരീയമാക്കിയും
തലോട്ടിക്കൊണ്ടുള്ള മാല ചാർത്തിയും പാമ്പുകളെ മാലയാക്കി കഴുത്തിലും കയ്യിലും ധരിച്ചും ചിതാഭസ്മം ശരീരമാകെ പൂശിയും രുദ്രലോകത്ത് വസിക്കുന്നു കേട്ടോ. കടുംതുടി കൊട്ടി ദിക്കുകളെ ഞെട്ടിച്ചുകൊണ്ടും ഘോരാട്ടഹാസം മുഴക്കിയും ഈശാനൻ വസിക്കുന്നു. അങ്ങനെ ദേവിയുടെ മണിദ്വീപ വർണ്ണനമെന്ന 10ാമത്തെ അധ്യായം ദേവീപാദങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി 11ാമത്തെ അധ്യായത്തിൽ എന്താണ് നമുക്കത് കേൾക്കണല്ലോ. പ്രാകാര വർണ്ണന. പുഷ്യരാഗക്കോട്ടക്കപ്പുറത്ത് കുങ്കുമവർണ്ണത്തിലുള്ള പത്മരാഗക്കോട്ട കാണാം. ഈ കോട്ടമതിലിന്റെ ദൈർഘ്യം പറഞ്ഞാൽ 10 യോജനയാണ്. ഇവിടെ ധാരാളം മണ്ഡപങ്ങളും സ്തംഭങ്ങളും ഗോപുരങ്ങളും അതുപോലെ തന്നെ കവാടങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ചവരും രത്നഭൂഷണങ്ങൾ ചാർത്തിയവരുമായി തേജസ്സോടുകൂടി 64 കലാരൂപിണികൾ അവിടെ വസിക്കുന്നു. അവരുടെ പേരിപ്രകാരമാണ്. 64 കലയുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. പിങ്കളാക്ഷി, വിശാലാക്ഷി, വൃദ്ധി, സമൃദ്ധി, ശ്രദ്ധ, സ്വാഹ, സ്വധ, മായ, സംജ്ഞ, വസുന്ധര, ത്രിലോകധാത്രി, ഗാവിത്രി, ഗായത്രി, ത്രിദശേശ്വരി, ത്രിലോകധാത്രി ദേവിയുടെ പേരാണ് ഇതൊക്കെ. സാവിത്രി, ഗായത്രി, ത്രിദശേശ്വരി, സ്വരൂപ, ബഹുരൂപ, സ്കന്ദമാത, അച്യുതപ്രിയ, വിമല, അമല, ആരുണി, പ്രകൃതി, വികൃതി, സൃഷ്ടിസ്ഥിതി സംഹൃതി, സന്ധ്യാമാത, സതി, ഹംസി, മർദ്ദിക, വജ്രിക, ദേവമാത, ഭഗവതി, ദേവകി, കമലാസന, ത്രിമുഖി, സപ്തമുഖി, സുരാസുര വിമർദിനി, ലംബോഷ്ടി, ഊർധകേശേശി, ബഹുശീർഷ, വൃകോദരി, രഥരേഖ, ശശിരേഖ, ഗഗനവേഗ, പവനവേഗ, വേഗ, ഭുവനപാല, മദന, അതുര, അനങ്ക, അനങ്കമഥന, അനങ്കമേഖല, അനങ്കകുസുമ, വിശ്വരൂപ, സുരാധിക, ക്ഷയങ്കരി, ശക്തി, അക്ഷോഭ്യ, സത്യവാദിനി, ബഹുരൂപ, ശുചിവ്രത, ഉദാര, വാഗീശ എന്നിവരാണ് 64 കലാരൂപിണികൾ. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകം ലോകങ്ങളുമുണ്ട്. തങ്ങളുടെ ലോകങ്ങളുടെ ഈശ്വരികളാണ് കേട്ടോ അവര്. പത്മരാഗക്കോട്ടക്ക് ചുറ്റുമായി അവർ തങ്ങളുടെ ആൾക്കാരുമായി താമസിക്കുകയാണ്. തീജ്വാല വന്നിക്കുന്ന മുഖങ്ങളുള്ളവരാണ് അവർ. ഞങ്ങൾ ഈ സകല ജലങ്ങളും കുടിച്ചു വറ്റിക്കും. കളിക്കണ്ട കളി. വായുവിനെ സ്തംഭിപ്പിക്കും അവര്. സകല ലോകത്തെയും തിന്നുകളയും എന്ന് പറയുന്നോ എന്ന് തോന്നുമാറ് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളുള്ളവരാണ് അവർ. അവർ യുദ്ധോത്സുകരുമാണ്. എപ്പം വില്ലിൽ അമ്പ് തൊടുക്കണം എന്ന് പറഞ്ഞാൽ റെഡി. ദിഗന്ധങ്ങൾ ഞെട്ടുമാറ് ദംഷ്ട്രങ്ങൾ ഇരുമ്പുന്നവരും ചെമ്പൻ മുടി മേലോട്ട് പൊക്കിക്കെട്ടിയവരും തഥാ വില്ലും അമ്പും കയ്യിലേന്തി നിൽക്കുന്നവരുമാണ് അവർ. അവർക്ക് ഓരോരുത്തർക്കും 100 അക്ഷൗഹിണിപ്പടയുണ്ട്. ഓരോ ശക്തിക്കും ലക്ഷം ബ്രഹ്മാണ്ടം നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഇത്രയും ശക്തിയുള്ളവർക്ക് ഈ ജഗത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ കഴിയില്ല. ഒക്കെ അവർ വിചാരിച്ചാൽ എന്ത് നടക്കുന്നർത്ഥം. അത് ചിന്തിക്കാനേ നമുക്ക് കഴിയില്ല. യുദ്ധത്തിന് വേണ്ട എല്ലാ ആയുധങ്ങളും ആ കോട്ടക്കുള്ളിൽ തന്നെയുണ്ട്. രഥങ്ങളോ എണ്ണിയാൽ തീരൂല, അത്രമാത്രം ഉണ്ട്. അതേപോലെ തന്നെ ധാരാളം അശ്വങ്ങളുണ്ട്, ആനകളും ഉണ്ട്. പത്മരാഗക്കോട്ട കഴിഞ്ഞാൽ പിന്നെ ഗോമോദകം കൊണ്ടുണ്ടാക്കിയ വൻ കോട്ടയാണ്. 10 യോജന ദൈർഘ്യമുള്ള ആ കോട്ടയുടെ മധ്യഭാഗം ചെമ്പരത്തിപ്പൂവിന്റെ വർണ്ണത്തോടു കൂടിയതാണ്. അവിടെയുള്ളവരുടെ ഗൃഹങ്ങളും ഗോമേദകം കൊണ്ടുണ്ടാക്കിയതാണ്. അവിടെയുള്ള തൂണും കാവും പക്ഷികളും പൊയ്കയും എന്തിനേറെ കുളവും ഗോമേദകത്തിന്റെ പ്രഭ കൊണ്ട് സിന്ദൂര നിറത്തോടു കൂടിയിരിക്കുന്നു. ആ കോട്ടക്കുള്ളിലാണ് ശക്തിസ്വരൂപിണികളായ 32 പേർ വസിക്കുന്നത്. പിശാചുക്കളുടെ വദനമുള്ള അവർ എപ്പോഴും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും 10 അക്ഷൗഹിണിപ്പടയുണ്ട്. ചില്ലറക്കാരല്ല അവര്. കലിവുണ്ടെല്ലാം തകർക്കാനെന്ന പോലെ രക്തം തുപ്പുന്ന കണ്ണുകളും ചക്രം കയ്യിലും എടുത്തു നിൽക്കുന്ന അവരെ ദേവന്മാർ പൂജിക്കുന്നു പേടിച്ചിട്ട്. അവരിൽ ഓരോരുത്തർക്കും ബ്രഹ്മാണ്ടം നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അവിടെയുള്ള തേരിനും വാഹനങ്ങൾക്കും കയ്യും കണക്കുമില്ല.
സർവയുദ്ധ സാമഗ്രികളുമായി ദേവിമാർ അവിടെ ശോഭിക്കുന്നു. അവരുടെ പാപനാശകങ്ങളായ പേർ ഞാൻ പറഞ്ഞു തരാം. വിദ്യ, ശ്രീ, പ്രജ്ഞ, പുഷ്ടി, സീനി, വാരി, കുഹു, രുദ്ര, വീര്യ, പ്രഭാനന്ദ, പോഷിണി, ഋദ്ധിമ, കാളരാത്രി, മഹാരാത്രി, ഭദ്രകാളി, കവർദിനി, മുണ്ടിനി, ശുംഭാദിഹർത്രി, വികൃതി, മഹിഷാർദിനി, ശിഖണ്ഡിനി, ഇന്ദുഖണ്ഡ, നിശുംഭ, ശുംഭമഥിനി, ഇന്ദ്രാണി, രുദ്രാണി, ശങ്കരാർത്ഥ ശരീരിണി, നാരി, നാരായണി, ത്രിശൂലിനി, പാലിനി, അംബിക, ഹ്രാദിനി, നന്ദ, പുഷ്ടി. ഇതാണ് അവരുടെ നാമങ്ങൾ. ഈ ദേവിമാർ വിചാരിച്ചാൽ ബ്രഹ്മാണ്ടം മുഴുവൻ നശിപ്പിക്കുവാൻ സാധിക്കും. ഈ ദേവിമാർക്ക് തോൽവി എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അവർ പഠിച്ചില്ല. ഗോമേതക കോട്ട മതിലിനപ്പുറത്ത് 10 യോജന ഉയരത്തിൽ വജ്രം കൊണ്ട് നിർമ്മിച്ച കോട്ട സ്ഥിതി ചെയ്യുന്നു. വേറൊരു കോട്ട. ആ മതിലിന് ധാരാളം ഗോപുരദ്വാരങ്ങളുണ്ട്. കവാടങ്ങളൊക്കെ ചങ്ങല കൊണ്ട് കെട്ടിയതുമാണ്. കോട്ടയുടെ അകമൊക്കെ വജ്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഗൃഹങ്ങളും രാജവീതികളും കൂപങ്ങളും തടാകങ്ങളും ഒക്കെ, എന്തിനധികം താമരപ്പൊയ്കകളും വജ്ര നിർമ്മിതമാണ്. ഒക്കെ താമരപ്പൊയ്ക വരെ വജ്രം കൊണ്ടുണ്ടാക്കിയതാണ് അവിടുത്തെ. അവിടെയാണ് മൂലപ്രകൃതിയുടെ 8 ശക്തി സ്വരൂപിണികൾ വസിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷം വീതം ദാസിമാരുണ്ട്. ചില്ലറയൊന്നല്ല. ചിലർ വിശറിയുമായി നിൽക്കുന്നു, ചിലർ പാനപാത്രം കയ്യിലേന്തി നിൽക്കുന്നു, ചിലർ സുഗന്ധ താമ്പൂലം പിടിച്ചു നിൽക്കുന്നു, ചിലർ കുങ്കുമലേപനത്തിന് തയ്യാറായി താലം പിടിച്ചു നിൽക്കുന്നു, ചിലരുടെ കയ്യിൽ കൺമഷിയും ചിലരുടെ കയ്യിൽ സിന്ദൂരച്ചെപ്പുമുണ്ട്. ഓരോരുത്തരും ഓരോന്ന് അണിയിക്കുന്നതിൽ സമർത്ഥരാണ്. ചിലർ ആഭരണങ്ങൾ അണിയിക്കുന്നതിൽ, ചിലർ പത്തിക്കീറ്റ് അണിയിക്കുന്നതിൽ, ചിലർ കാല് തടവുന്നതിൽ, ചിലർ പൂമാല കെട്ടുന്നതിൽ, അങ്ങനെ ഓരോന്നിലും സമർത്ഥരായവരാണ് ആ പരിചാരകന്മാരട്ടോ. ദേവിയുടെ 8 ശക്തികളെ പറ്റി പറഞ്ഞുവല്ലോ. അവരുടെ നാമങ്ങൾ ഇപ്രകാരമാണ്: അനങ്കരൂപ, അനങ്കമദന, അനങ്ക മദനാതുര, ഭുവനവേഗ, ഭുവനപാലിക, സർവശിശിര, അനങ്കവേദന, അനങ്കമേഖല. ആ വലിയ മതിൽക്കെട്ടിൽ ആ 8 ദേവിമാരുടെ ഗൃഹങ്ങൾ 8 ദിക്കിലായി സ്ഥിതി ചെയ്യുന്നു. അവരെല്ലാവരും മിന്നൽ പൊടിയുടെ പ്രഭയുള്ളവരുമാണ്. അവർ അരയിൽ കിലുങ്ങുന്ന കാഞ്ചിയും കാലിൽ ചിലമ്പം അണിഞ്ഞ കയ്യിൽ ചൂരലുമായി എല്ലായിടത്തും ചുറ്റി നടക്കുന്നു. പ്രാകാരത്തിന് പുറത്ത് 8 ദിക്കിലായി സ്ഥിതി ചെയ്യുന്ന ഇവരുടെ ഗൃഹങ്ങൾ വിവിധ വാഹനങ്ങളോടും ആയുധങ്ങളോടും കൂടി ശോഭിക്കുന്നു. വജ്രമതിലിനപ്പുറത്ത് എന്താണോ വൈഡൂര്യം കൊണ്ടുള്ള കോട്ടയാണ് കേട്ടോ. ആ കോട്ടക്ക് 10 യോജന വിസ്താരമുണ്ട്. ആ മതിലിന് അനവധി ഗോപുരദ്വാരങ്ങളുമുണ്ട്. അവിടെയുള്ള ഗൃഹങ്ങളും വീഥികളും രാജവീഥികളും തെരുവുകളും എല്ലാം വൈഡൂര്യം കൊണ്ട് പണിയിച്ചതാണ്. അവിടെയുള്ള ജലാശയങ്ങൾ, കിണറ്, പൊയ്ക, മണൽത്തിട്ടകളെല്ലാം വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയതാണ്. അവിടെ സപ്തമാതൃക്കളും മഹാലക്ഷ്മിയും വസിക്കുന്നു. കുറച്ച് വലിയ പ്രകരണമായതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഇന്നത്തെ ഭാഗം ദേവി പാദങ്ങൾ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, ജഗദംബികായേതി സമർപ്പയാമി.